യേശുനാഥനേ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനേ അങ്ങേക്ക് ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിത്യജീവൻ എന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ ദൈവമേ. നീതി നദി പോലെ എന്നിലൂടെ ഒഴുകിയിറങ്ങാൻ ഇതാ നിന്റെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുന്നു. നിന്നെ സ്നേഹിച്ച് നിന്റെ സ്നേഹം ഈശോയെ ഞാൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലേക്കും എന്നിലൂടെ ഒഴുകിയിറങ്ങാൻ കർത്താവേ, എന്നെ നിന്റെ ജീവജലത്തിന്റെ അരുവിയാക്കണമേ. നിന്റെ വചനം കേൾക്കുന്ന, നിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന, നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന എന്നിൽ, എൻ്റെ ജീവിതത്തിൽ ഈശോയെ നിന്റെ കൃപ വർഷിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാം നൽകി പ്രാർത്ഥിക്കാം. നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നീ കൽപ്പിച്ചാൽ ശാന്തമായിടും, ആർത്തിരയ്ക്കും കടലലകൾ. നീ കൽപ്പിച്ച ശാന്തമായിടും, ആർത്തിരയ്ക്കും കടലലകൾ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. മിശിഹായില് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ദൈവിക ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം. എല്ലാം മറന്ന് ഈശോയെ, നീ എന്നോട് എന്താണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് കാതോർക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു നിയമജ്ഞൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓർക്കുക പ്രിയപ്പെട്ടവരെ, രക്ഷ പ്രാപിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടിയല്ല ഈ നിയമജ്ഞൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്നത്. അറിവ് പകർന്ന അന്ധകാരം ഇതാ അവൻ്റെ ജീവിതത്തെ മുഴുവൻ മൂടിയിരിക്കുകയാണ്.
അജ്ഞതയേക്കാൾ ഉപരി അറിവിൻ്റെ അഹന്ത തീർത്ത അഹങ്കാരവുമായിട്ടാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ അധരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അത് വച്ച് ഈശോയെ കൊടുക്കാനാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെയല്ല അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ഈശോ അവന് നിത്യജീവൻ അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല. ഈശോ അവനോട് ചോദിക്കുകയാണ്, നിയമത്തിൽ എന്താണ് പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വചനം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിയമജ്ഞന്റെ ചോദ്യത്തിന് നിത്യരക്ഷ അധ്വാനത്തിലൂടെ നേടിയെടുക്കുമെന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് അവൻ കടന്നു വന്നിരിക്കുക. എന്തോ ചെയ്ത് നേടിയെടുക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നിയമജ്ഞൻ ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ നിത്യരക്ഷ സ്വന്തമാക്കാൻ ഈശോ പറയുന്നത് എന്താ? ഈ നിയമജ്ഞന്റെ അധരങ്ങളിലൂടെ തന്നെ ഈശോ പറയിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കാൻ നീ തയ്യാറാകുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും. അപ്പൊ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നിയമം അറിയാവുന്ന നിയമജ്ഞനാണ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ സ്നേഹിക്കണമെന്ന്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹമില്ലാത്ത പരസ്നേഹവും പരസ്നേഹമില്ലാത്ത ദൈവസ്നേഹവും കാപട്യമാണ് എന്ന് ഇവിടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവസ്നേഹം നിറഞ്ഞാലേ പരസ്നേഹത്തിന് അർത്ഥമുള്ളൂ. പരസ്നേഹത്തിൻ്റെ പിന്നിൽ പിൻബലമായി ദൈവസ്നേഹം അവൻ്റെ ജീവിതത്തെ ചലിപ്പിക്കുന്നില്ലെങ്കിൽ അതെല്ലാം പെട്ടിക്കട പോലെ പൂട്ടപ്പെടും. അധികം നാള് പരസ്നേഹ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളിൽ ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് സ്നേഹം ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ ആ സ്നേഹം ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കർമ്മനിരതമായിട്ട് മാറുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പാദാന്തികത്തിലിരിക്കുന്ന മറിയത്തെ വാനോളം പുകഴ്ത്തി പറയുന്നു. എന്തുകൊണ്ടാ? അവൾ പാദാന്തികത്തിലിരുന്ന് ഈശോയുടെ സ്നേഹം ആവോളം ഏറ്റുവാങ്ങുകയാണ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് സമരിയക്കാരനെ ഉയർത്തി കാണിക്കുന്നു. പൗലോസ്ലീഹ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ പ്രകാരം പറയും, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്, അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം അതിലാർക്കും അഹങ്കരിക്കാൻ വകയില്ല. അപ്പോൾ രക്ഷ നേടിയെടുക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ പ്രവൃത്തി ഒരുവന്റെ മേൽ വെളിപ്പെടുന്നതാണ്. അപ്പോൾ പാദാന്തികത്തിൽ മറിയമിരുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. സമരിയക്കാരൻ അലിവുള്ളവനായി അപരനെ ശുശ്രൂഷിക്കാൻ അവന് മനസ്സ് വന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. തീത്തോസിന് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായം 4-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. അപ്പോൾ സ്വീകരിച്ച മാമോദീസ എന്ന കൂദാശയാൽ ഒഴുകിയിറങ്ങിയ ഒരു അഭിഷേകം
നമ്മുടെയൊക്കെ ജീവിതത്തെ ഓരോ ദിവസവും ചലിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സമരിയാക്കാരനെ പോലെ യാത്ര ചെയ്ത മനുഷ്യനാണ് അർത്ഥപ്രാണനായി അതാ വഴിയരികിൽ കിടക്കുന്നത്. ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതാ സമരിയാക്കാരനെ പോലെ അവൻ യാത്ര ചെയ്യുന്നവനാ. പക്ഷേ ഇതാ അവന്റെ ജീവിതത്തില് അപകടത്തിൽപ്പെട്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ അവൻ കിടക്കുകയാണ്. ഒരു പുരോഹിതൻ ആ വഴിയെ കടന്നു പോകുന്നു. പുരോഹിതൻ കണ്ടിട്ടും ഇതാ അവന്റെ ജീവിതത്തിൽ ഇടപെടാതെ കടന്നു പോവുകയാണ്. ഒരു ലേവായൻ ആ വഴിയെ വന്നു. ലേവായനും സമാന ചിന്താഗതിക്കാരനായി അവനും കടന്നുപോയി. അവനും അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. എന്നാൽ അവൻ്റെ പിന്നാലെ വരുന്ന ഒരു സമരിയക്കാരൻ, ആ സമരിയക്കാരനെ കുറിച്ച് പറയുന്നത് നല്ല സമരിയക്കാരൻ. സമരിയക്കാരൻ എന്ന പ്രയോഗം തന്നെ വെറുക്കപ്പെട്ട ഒന്നായിരുന്നു യഹൂദനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സമരിയക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ആ സമരിയക്കാരി അവനോട് ചോദിക്കുകയാണ്, നീ യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് ഇതാ കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയക്കാരും തമ്മിൽ യാതൊരുവിധ സമ്പർക്കവും ഇല്ലല്ലോ. ഓർക്കുക പ്രിയപ്പെട്ടവരെ, സമരിയക്കാരൻ എന്ന രീതിയിൽ തന്നെ ഇതാ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ജീവിതമാണ്. അപ്പം നന്മയുടെ പ്രതീകമായി ഈശോ സമരിയക്കാരനെ അവതരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഔന്നത്യത്തെ ഈശോ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ടിൽ ഇതാ കടന്നു പോകുമ്പോൾ സമരിയക്കാരനെ ഈശോ ഉയർത്തി കാണിച്ചുകൊണ്ട് സഹോദരനെയും ദൈവത്തെയും സ്നേഹിക്കാൻ മനസ്സുള്ളവരെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇതാ ഒരു സമരിയക്കാരനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വലിയ സന്ദേശം നൽകുകയാണ്. ഇത് ചിന്തിച്ചു നോക്കിയേ, അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ നിന്റെ ജീവിതത്തിൽ ഇതാ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിന്റെ തെരഞ്ഞെടുപ്പിന് അർത്ഥമുണ്ട്. നിന്റെ തെരഞ്ഞെടുപ്പ് അനേകരിലേക്ക് രക്ഷയായി മാറാൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത് ചിന്തിച്ചു നോക്കിയേ, ഈ സമരിയക്കാരൻ അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യനെ കാണുമ്പോൾ അവൻ ചെയ്യുന്നത് എന്താ? അവന് ആദ്യമേ മനസ്സലിവുണ്ടാവുകയും ആ മനസ്സലിവാണ് ഇതാ അടുത്തു ചെല്ലാൻ, എണ്ണയും വീഞ്ഞുമൊഴിക്കാൻ, ആ മുറിവ് വെച്ച് കെട്ടാൻ, തൻ്റെ കഴുതപ്പുറത്ത് കയറ്റാൻ, ഇതാ തനിക്കായി വെച്ചിരിക്കുന്ന സമ്പാദ്യം ചെലവഴിക്കാൻ, ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോകാൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ധനാറ കൊടുത്ത് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതൽ എന്തെങ്കിലും ചെലവായി ആകുന്നുവെങ്കിൽ ഞാൻ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് ഇതാ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ദേശത്ത് നല്ലൊരു സമരിയക്കാരനായി മാറാൻ ഈശോ നിന്നെ മാടി വിളിക്കുക. നല്ല സമരിയക്കാരൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഗുണപാഠങ്ങൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു സമരിയക്കാരൻ, ഒരു നല്ല സമരിയക്കാരൻ, ഈ സമരിയക്കാരൻ ചെയ്യുന്നത് എന്തൊക്കെയാ? മനസ്സലിയുന്നു, അടുത്തു ചെല്ലുന്നു, എണ്ണയും വീഞ്ഞുമൊഴിച്ച് ഇത് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടുന്നു, അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റുന്നു, അവനെ തൊട്ടടുത്ത സത്രത്തിൽ കൊണ്ടുപോകുന്നു. ഇതാ തനിക്കായി കരുതി വച്ചിരിക്കുന്നതെല്ലാം അവന് വേണ്ടി ചെലവഴിയുന്നു. തൻ്റെ സമയം, തൻ്റെ കഴിവ്, തൻ്റെ സമ്പത്ത്, തൻ്റെ എല്ലാം അവൻ പങ്കുവെക്കുമ്പോൾ ഈ സമരിയക്കാരൻ, ഞാൻ പറയും, ഇവനൊരു സമരിയക്കാരനല്ല, ഇവൻ സാക്ഷാൽ യേശു ക്രിസ്തുവാ. യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു മുഖമാണ് സമരിയക്കാരനിലൂടെ നമുക്ക് വെളിപ്പെടുന്നത്. ആർക്കാണ് മുറിവുകൾ ഉണക്കാൻ പറ്റുന്നത്? ആർക്കാണ്
സ്വാന്തനത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിൽ എണ്ണയും വീഞ്ഞുമൊഴിക്കാൻ സാധിക്കുക? ആർക്കാണ് തൻ്റെ ജീവിതം അവരിന് വേണ്ടി വ്യയം ചെയ്യാൻ സാധിക്കുക? അവരിന് വേണ്ടി പൂർണ്ണമായി കൊടുത്തത് ഈശോയല്ലേ? അവരെന്റെ മുറിവുകൾ സ്നേഹത്തിന്റെ സ്വാന്തനത്തിന്റെ വാക്കുകളിലൂടെ ഉണക്കിയത് ഈശോയല്ലേ? അങ്ങനെയെങ്കിൽ ഈശോ പങ്കുവെച്ച ഈ നല്ല സമരിയക്കാരൻ ഈശോ തന്നെ. ഈശോയാണ് ദാ അവന്റെ മുമ്പിൽ കടന്നു വന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ആർക്കും എപ്പോഴും കയറിച്ചെല്ലാൻ ഒരു ഇടമുണ്ട് എങ്കിൽ അത് ഏതാ? ഒരു വീട്ടിലേക്ക് നമുക്ക് തോന്നിയ പോലെ കയറി ചെല്ലാൻ പറ്റുമോ? അപ്പോൾ ആർക്കും എപ്പോഴും കയറി ചെല്ലാൻ തുറന്ന വാതിലായി കിടക്കുന്ന ഇന്ന് ലോകത്തിലുള്ള സത്രം ദൈവത്തിന്റെ ആലയമാകുന്ന ദേവാലയമാണ്. അപ്പോൾ ആർക്കും വേദനയോ മുറിവോ ജീവിത പ്രശ്നങ്ങളോ കണ്ണുനീരോ പ്രതിസന്ധിയോ ഉണ്ടോ? അവന്റെ കണ്ണുനീരിന് തമ്പുരാനോടെന്നതുപോലെ ജീവിതത്തിൽ പങ്കുവെക്കാൻ ഇന്ന് ലോകത്ത് ഓരോ ദേവാലയങ്ങളും തുറക്കപ്പെട്ട വാതിലുകളായി ഇതാ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. തമ്പുരാന്റെ മുമ്പിൽ ഇതാ കടന്നു വന്ന് നിന്റെ വേദനകൾ പങ്കുവെക്കുമ്പോൾ ആശ്വാസത്തിന്റെ എണ്ണയും വീഞ്ഞും ഇതാ ദിവികാരുണ്യത്തിൽ നിന്ന് നിന്നിലേക്ക് ഒഴുകണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദേവാലയം ഇന്ന് സത്രമായി നിലകൊള്ളുമ്പോൾ ദേവാലയ സൂക്ഷിപ്പുകാരൻ ആരാ? ഒരു ദേവാലയത്തെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഒരു പുരോഹിതന്റെ കയ്യില. അപ്പോൾ ഇതാ ഈശോ ഒരു ദേവാലയത്തിൽ ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന 2 ധനാറയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും. ഒരു പുരോഹിതന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമല്ലേ വിശുദ്ധ ബലി അർപ്പിക്കുക, പാപമോചനം നൽകുക? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപസങ്കീർത്തനത്തിലൂടെ വിശുദ്ധ ബലിയിലൂടെ 2 ധനാറയാകുന്ന ഇതാ ഈ കൂദാശ അവന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് മുറിവുമായി കടന്നു വരുന്നവരുടെ ജീവിതത്തെ സ്വാന്തനപ്പെടുത്തുന്ന നല്ല സമരിയക്കാരനായി ഈശോ ഓരോ പുരോഹിതനെയും അഭിഷേകം ചെയ്തിരിക്കുക. അങ്ങനെയെങ്കിൽ ദേവാലയമാകുന്ന സത്രത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ബലിയിൽ നിന്റെ ജീവിതത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും സമർപ്പിച്ച് നിന്നെ ഇല്ലാതാക്കുന്ന നിന്റെ പാപഭാരങ്ങളെ പാപസങ്കീർത്തനങ്ങളിലൂടെ ഏറ്റുപറഞ്ഞ് ഒരു പുതുജീവിതത്തിലേക്ക് നിനക്ക് കടന്നു വരണമെങ്കിൽ ഇതാ ഈശോ ഇതാ തുറന്ന ഹൃദയവുമായി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഒരു നല്ല സമരിയക്കാരനായി നീ മാറണം. നല്ല സമരിയക്കാരനായി നിന്റെ കുടുംബത്തിൻ്റെ വേദനകളെ, കണ്ണുനീരിനെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ ഈശോയ്ക്ക് കൊടുക്കാൻ തക്കവിധം ഈശോയെ എന്നെ തൊട്ടുണർത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു സമരിയക്കാരനായി ജീവിക്കാൻ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ റേഡിയോയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നല്ല സമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല സമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി മനസ്സ് വെക്കുന്ന ഒരു ദൈവം, മനസ്സലിയുന്ന ദൈവം, മനസ്സറിഞ്ഞും മനസ്സലിഞ്ഞും നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ദൈവം. നീ ഹൃദയം തുറന്നാൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ നിയന്ത്രണമായി ഈശോ ഭരണം നടത്താൻ തുടങ്ങും. ഈശോയെ, എൻ്റെ കുടുംബം രക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് ഉയരാൻ എന്നെ ഒരു സമരിയക്കാരനാക്കണമേ എന്ന പ്രാർത്ഥനയോടെ മനസ്സലിയുന്ന ഒരു ഹൃദയം, മനസ്സ് വയ്ക്കുന്ന ഹൃദയം,
അനേകരുടെ ജീവിതങ്ങളെ രക്ഷയിലേക്ക് ഒഴുക്കുന്ന ഒരു ഹൃദയമാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കുക. നല്ല ശമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ആ നിയമജ്ഞൻ അറിവിന്റെ അഹന്തയുമായി അന്ധകാരവുമായി ഈശോയിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നല്ല അയൽക്കാരനായി വർദ്ധിച്ചത്? അവൻ പറയേണ്ടത് ഈ സമരിയക്കാരൻ എന്നാണ്. എന്നാൽ അവൻ പറയുന്നത് എങ്ങനെയാണ്? അവനോട് കരുണ കാണിച്ചവൻ. ഓർക്കുക പ്രിയപ്പെട്ടവരെ, സമരിയക്കാരന്റെ പേര് പറയാൻ പോലും ജീവിതത്തിൽ താല്പര്യമില്ലാത്തവൻ അവൻ പറയുകയാണ് അവനോട് കരുണ കാണിച്ചവനെന്ന്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, കരുണാർദ്രമായ ഹൃദയം നൽകണമേ. അപരന്റെ വേദനയിൽ, അപരന്റെ നീറുന്ന പ്രശ്നത്തില് ഇതാ എൻ്റെ ജീവിതത്തിൽ അപരനോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് തരണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി കരുണയ്ക്ക് വേണ്ടി നമുക്ക് പാടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. നല്ല ശമരിയനെ പോലെ ജീവിക്കാൻ ദൈവസ്നേഹമിതാണെന്ന് ചൊല്ലിടാം. ഈശോ നിയമജ്ഞനോട് പറയുന്നത് എങ്ങനെയാ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദ്യത്തോടെ കടന്നു വരുന്നവന്റെ മുമ്പിൽ ഈശോ പറയുകയാണ്, നീയും അതുപോലെ തന്നെ പോയി ചെയ്യുക. അപ്പോൾ സമരിയക്കാരൻ ചെയ്തു കാണിച്ചത്, നീ ചെയ്യാൻ തയ്യാറായാൽ നീയും നിത്യജീവന്റെ അവകാശിയായി മാറും. ഇതാ അപരന്റെ അടുത്ത് ചെല്ലാൻ, അപരനെ സ്വാന്തനപ്പെടുത്താൻ നിന്റേതായി നീ കരുതി വച്ചിരിക്കുന്നത് അപരന് വേണ്ടി വ്യയം ചെയ്യാൻ നീ കൊടുക്കുമ്പോൾ നിത്യജീവന്റെ ഉടമയായിട്ട് മാറിയ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ നമുക്ക് കരങ്ങൾ ഉയർത്താം. സ്വർഗം നിന്റെ മേൽ താണിറങ്ങുക. ദൈവശക്തി എന്നിൽ വ്യാപരിക്കട്ടെ. ദൈവമേ, എന്റെ ചിന്തകളിൽ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. എന്റെ ഹൃദയത്തിൽ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. ഈശോ, എന്റെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ, ഈശോയെ നീ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിച്ച് ജീവിക്കാൻ ഒരു പുതിയ അഭിഷേകം എന്നിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരു പുതുജീവൻ എന്നിൽ കിളിർക്കട്ടെ. ഒരു പുതിയ അഭിഷേകം എന്നിൽ ജ്വലിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് സകാലത്തിന്റെ കെട്ടുകൾ അഴിയും, പാപത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. ഇതാ നിന്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കാൻ നീ ദൈവത്തിന്റെ കരങ്ങളിലെ ശക്തമായ ഉപകരണമായിട്ട് മാറും. മഹത്വം 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 ദൈവമേ, ജീവന്റെ സമൃദ്ധി ഒഴുകിയിറങ്ങട്ടെ, ദൈവിക ജീവൻ ഒഴുകിയിറങ്ങട്ടെ. കരങ്ങൾ കൂപ്പാൻ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയോടൊന്ന് പറഞ്ഞ്, ഒരു സ്നേഹിതനോടെന്നതുപോലെ സ്നേഹിക്കാൻ പറ്റാത്ത എൻ്റെ നിസ്സഹായ അവസ്ഥകൾ, മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ നിസ്സഹായ അവസ്ഥകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ഓരോ ബലഹീനതകൾ ഈശോ ആശീർവദിക്കുന്ന നിമിഷം വേരോടെ നമ്മിൽ നിന്ന് പിഴുതെറിയപ്പെടണം. സ്വർഗസ്ഥനായ പിതാവ് നടാത്തതെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനേ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ,
നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.